എവരിവൺ, എൻ്റെ 8ാം ക്ലാസ്സിലെ എല്ലാ മക്കളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞു, ഇനി നിങ്ങൾ പഠിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ മണി മാത്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, നമുക്ക് അതിനകത്ത് നമ്മൾ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് നമുക്കൊരു പെട്ടെന്നൊന്ന് നോക്കാം, എന്താണ് അതെന്ന്. എന്താണ് മണി മാത്ത്? മണി മാത്ത് എന്ന് പറഞ്ഞാൽ പണവിനിമയം അല്ലേ. അപ്പോൾ നോക്കി, നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സിമ്പിളാണത്. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്? സാധാരണ പലിശ അല്ലേ. നമ്മൾ ബാങ്കിൽ ചെല്ലുമ്പോൾ അച്ഛനും അമ്മയൊക്കെ പറയും, അയ്യോ ഇത്ര പലിശയുണ്ട് ഇത്ര പലിശയുണ്ടെന്നൊക്കെ പറയത്തില്ലേ. അപ്പം നമുക്കിനി കാൽക്കുലേറ്റ് ചെയ്യാം എന്താണ് പലിശ എന്നുള്ളത്. സാധാരണ പലിശ എന്നുള്ളത് എന്താണെന്ന് നോക്കി, സിമ്പിൾ ഇൻട്രസ്റ്റ്. അതായത് നമ്മളൊരു തുകയെടുത്ത് ബാങ്കിൽ ഇടുന്നു, ആ ബാങ്കിൽ നിന്ന് നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ആ തുക അങ്ങ് എടുക്കുന്നു. അപ്പോൾ ബാങ്കുകാർ നമുക്ക് നമ്മൾ ആ തുക ഇട്ടതിൻ്റെ കുറച്ച് പൈസ നമുക്ക് തിരിച്ചു തരും. ആ പൈസയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കുറച്ച് പൈസ എടുത്ത് നമ്മൾ ബാങ്കുകാരെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നു. അവരത് സൂക്ഷിച്ചു കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് നമുക്കിങ്ങ് തിരിച്ചു തരുമ്പോൾ എന്ത് ചെയ്യും? ആ സൂക്ഷിച്ചതിൻ്റെയും കൂടി കുറച്ച് കാശ് നമുക്ക് കൂടുതൽ തരും. ആ കൂടുതൽ തരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അത് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. എന്താന്ന് നോക്കിക്കേ, കണ്ടോ? ഫോർമുല ഫോർ ഫൈൻഡിങ് ഇൻട്രസ്റ്റ് P × R × T/100. ഒറ്റ രീതിയിൽ പറയാം, എന്താ? PRT/100. PRT/100 പറഞ്ഞേ, PRT/100. അതിൽ P എന്താണ്? പ്രിൻസിപ്പൽ. അതായത് നമ്മൾ നിക്ഷേപിക്കുന്ന, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുകേനെയാണ്, എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. ദെൻ R എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അവർ തരുന്ന പലിശേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ R വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. ദെൻ T എന്ന് പറയുന്നത് നമ്മൾ എത്ര ദിവസത്തേക്ക് അല്ലെങ്കിൽ എത്ര വർഷത്തേക്ക് നമ്മൾ ആ ഒരു സമയമുണ്ട്, ഇത്ര സമയത്തേക്കായിരിക്കും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ആ പീരീഡ് അല്ലെങ്കിൽ ആ ഒരു ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? T വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. T എന്ന് പറയുന്നത് എന്താണ്? ടൈം. അപ്പോൾ ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? PRT/100. P എന്താണ്? പ്രിൻസിപ്പൽ അല്ലെങ്കിൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുക. ദെൻ R എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. T എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പീരീഡ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. നോക്കി, രാജേഷ് deposited 15,000 rupees in a bank for 2 years at a 10% rate of interest. Then what is the amount he get back after 2 years? അപ്പോൾ നോക്കിയാൽ രാജേഷിൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ രാജേഷ് എന്ത് ചെയ്തു? ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. എത്ര രൂപയുണ്ട് രാജേഷിൻ്റെ കയ്യിൽ? 15,000 ഉണ്ട് അല്ലേ. 15,000 രൂപ രാജേഷിൻ്റെ കയ്യിലുണ്ട്. അത് കൊണ്ടുപോയി ബാങ്കിലിട്ടു. എത്ര വർഷത്തേക്ക്? 2 ഇയേഴ്സിലേക്ക് ഇട്ടു. എത്ര ശതമാനം റേറ്റിലാണ്? 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. 10% പലിശയാണ് ആ ബാങ്കുകാർ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാജേഷിന് 2 ഇയേഴ്സ് കഴിയുമ്പോൾ എത്ര രൂപ തിരിച്ചു കിട്ടും? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മക്കളെ, സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ഇക്വേഷൻ? PRT/100. അതിൽ P എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുകയാണ്, അല്ലെങ്കിൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുക, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന തുക. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ P എത്രയാണ് ഇവിടെ? രാജേഷ് എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കുന്നത്? 15,000 രൂപയാണ്. 15,000 ആണ്. സോ P എന്ന് പറയുന്നത് നമ്മുടെ 15,000 ആണ്. ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ബാങ്ക് കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10% 10% ആണ്. സോ R എത്രയാണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R എന്ന് പറയുന്നത് എത്രയാണ്? 10%. ഇനി എത്ര വർഷത്തേക്കാണ് ഇടുന്നത്? എത്ര വർഷത്തേക്കാ? 2 വർഷത്തേക്കാണ് അല്ലേ. അപ്പോൾ T എന്ന് പറയുന്നത്, ടൈം എന്ന് പറയുന്നത് എത്ര വർഷമാണ്? 2 ഇയേഴ്സ് ആണ്. ഇനി നമുക്കറിയാലോ, ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ്. 2 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോണത്? ഇക്വേഷൻ എന്താണ് അതിൻ്റെ? P × R × T/100. നോക്കിയേ, P എത്രയാണ്? നമ്മുടെ 15,000, 15,000 ഇൻറ്റു R എത്രയാണ്? 10 ഇൻറ്റു ടൈം എത്ര ഇയേഴ്സിലേക്കാണ്? 2 ഇയേഴ്സ് ഡിവൈഡഡ് ബൈ 100. അപ്പോൾ നോക്കിയാൽ മക്കളെ, ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ കുറേ സീറോസ് ഒക്കെ ഉണ്ട്, നമുക്ക് അതൊക്കെ അങ്ങ് വെട്ടിക്കളയാം. നോക്കി, ന്യൂമറേറ്റർ, അതായത് മുകളിലും താഴെയും, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇവിടെ എല്ലാം മൾട്ടിപ്ലിക്കേഷനിലാണ് കിടക്കുന്നത്. സോ നമുക്ക് ഡിനോമിനേറ്ററിലുള്ള സീറോസിനെയും ന്യൂമറേറ്ററിലുള്ള സീറോസിനെയും ഈക്വലായിട്ട് കട്ട് ചെയ്യാം.
ഡിനോമിനേറ്ററിൽ 2 സീറോ ഉണ്ട്, ന്യൂമറേറ്ററിലുള്ള ഏതെങ്കിലും 2 സീറോനെ നമുക്കങ്ങ് കട്ട് ചെയ്യാം. സോ ഞാൻ ഇവിടെ 10ലുള്ള സീറോയിനെയും 100ൻ്റെ ഒരു സീറോയും കട്ട് ചെയ്തു. ദെൻ 100ൻ്റെ അടുത്ത സീറോയും 15,000ൻ്റെ ഒരു സീറോയും കൂടി അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ ബാക്കി എന്തുണ്ട്? 1,500 ഇൻറ്റു 2 ഉണ്ട്. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്കറിയാലോ, സീറോ ഉള്ളൊരു ടേമാണ്, ആ സീറോ അങ്ങ് മാറ്റി നിർത്തുക. അപ്പോൾ ബാക്കി എന്താ? 15. 15 ഇൻറ്റു 2 എത്രയാ? 30 എഴുതുക. ദെൻ മാറ്റി നിർത്തിയ സീറോസ് അങ്ങ് കൂടെ എഴുതുക. അപ്പോൾ എത്ര കിട്ടി? 3,000 കിട്ടി അല്ലേ? അപ്പോൾ 3,000 ആണ് എന്ത്? 2 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. 2 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 3,000 റുപ്പീസ് ആണ് രാജേഷിന് കിട്ടുന്നത്. പക്ഷേ നമ്മളോട് അതല്ല ചോദിച്ചേക്കുന്നത്, 2 വർഷം കഴിയുമ്പോൾ രാജേഷിന് എത്ര രൂപ കിട്ടുമെന്നാണ് ചോദിച്ചേക്കണേ. അപ്പോൾ രാജേഷ് കൊടുത്ത തുകയും അതുപോലെ ഈ ഇൻട്രസ്റ്റ് ആരാ കൊടുക്കുന്നത്? ബാങ്കുകാരാ കൊടുക്കുന്നത്. ആ തുകയും കൂടി കൂട്ടിയാലല്ലേ മൊത്തം തുകയല്ലേ രാജേഷിന് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് എമൗണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? നമ്മൾ രാജേഷ് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ്, അതായത് നമ്മുടെ പ്രിൻസിപ്പൽ പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. പ്രിൻസിപ്പൽ എത്രയാണ്? 15,000 ആണല്ലേ? 15,000 പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര കിട്ടിയേ? 3,000 ഇസ് ഈക്വൽ ടു നോക്കിയേ, 15,000 പ്ലസ് 3,000 എത്രയാണ്? 18,000 ആണല്ലേ? 18,000 റുപ്പീസ് ആയിരിക്കും എന്ത്? രാജേഷിന് 2 ഇയേഴ്സ് കഴിയുമ്പോൾ തിരിച്ച് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ അല്ലേ മക്കളെ? നിങ്ങൾക്ക് സെറ്റ് ആയില്ലേ? ഇത് നിങ്ങൾ ഇനി മറക്കില്ലല്ലോ. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? അപ്പോൾ മക്കളെ, നിങ്ങൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇപ്പോൾ നന്നായിട്ട് പഠിച്ചില്ലേ? ഇനി ഈ പ്രോബ്ലം നിങ്ങൾ മറക്കില്ലല്ലോ. ഇനി നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.